أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين. اللهم رب يسر ولا تعسر وتمم بالخير. نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ സോളിഡാരിറ്റി സിറ്റി നേതാക്കൾ, ദാറുൽ അർഖമിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരന്മാരെ, ജനജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദുൽഹജ്ജ് മാസത്തിൻ്റെ അവസാന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ, ചില ആലോചനകൾ, ചില പാഠങ്ങൾ പങ്കുവച്ച് എൻ്റെ സംസാരം എത്രയും വേഗം അവസാനിപ്പിക്കാമെന്നാണ് ഇൻഷാ അല്ലാഹ് കരുതുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമോ ഒരു കാര്യമല്ല. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മുടെ തുടർ വായനകൾക്കും പഠനങ്ങൾക്കും ആലോചനകൾക്കും സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറുതിലെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ദുൽഹജ്ജ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പേരും ചരിത്രവും ഒക്കെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബവും എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ദാറുൽ അർഖമിൽ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങളോട് പറയുക എന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും കൂടുതൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണല്ലേ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ആയത്ത് സൂറ ബക്കറയിലെ 124 ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ ബക്കറയിലെ 124 ആയത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. അവിടെ നിന്നാണ് ആദ്യം പരാമർശിക്കുന്നത്. വൈദിബതല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുരിയതി ഖാല ലാ യനാലു അഹ്ദി വാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം പരീക്ഷിച്ചിരിക്കുന്നു. ബികലിമാത്തിൻ, കലിമാത്ത് കൊണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണത്തെ അതിജീവിച്ചു, അതിൽ വിജയിച്ചു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അങ്ങനെ നാം ഇതാ താങ്കളെ ജനങ്ങൾക്ക് ഇമാമാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ സന്താനങ്ങൾക്കും നീ ആ പദവി നൽകണം. ഇതാണ് ഒന്നാമതായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിക്കുന്ന ഖുർആനിലെ ആയത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധ ഖുർആനിൽ അവസാനമായി പരാമർശിക്കുന്ന ആയത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്കൊക്കെ മനപ്പാടുള്ള സൂറത്തും ആയത്തുമാണ്. അതറിയോ? ഏറ്റവും അവസാനം ഇബ്രാഹിം നബിനെ പരാമർശിക്കുന്ന സൂറത്ത് ഏതാണെന്നറിയോ? നമ്മുടെ വെള്ളിയാഴ്ചയൊക്കെ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ അഅലയിൽ അല്ലേ? സുഹഫി ഇബ്രാഹിമ വ മൂസ.
അതാണ് ഏറ്റവും അവസാനം ഇബ്രാഹിം നബി പരാമർശിക്കപ്പെട്ടത് സൂറത്തു അഅലയിൽ ഈ ആയത്തിലാണ്. ഞാൻ എന്തിനാണ് ഈ 2 ആയത്തുകൾ കൊണ്ട് തുടങ്ങിയത് എന്ന് എൻ്റെ തുടർ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും നന്നായിട്ട് അതറിയാം. നിങ്ങളൊന്ന് പറയും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കേട്ട ചരിത്രമാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ്? എന്താണ്? ഒന്ന് മകൻ ഇസ്മായിലിനെ ബലിയറുക്കാൻ പറഞ്ഞു അല്ലെ. കാലങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ മകനെ ബലിയറുക്കാൻ പറയാണ്. ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. പിന്നെന്താ പരീക്ഷണം? തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടു. സാധാരണ നമ്മൾ അങ്ങനെയാണ് പറയാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഞാൻ ഇബ്രാഹീമിനെ പരീക്ഷിച്ചത് കലിമാത്തുകൾ കൊണ്ടാണ് എന്നാണ്. കലിമാത്തുകൾ കൊണ്ട്, കരാറുകൊണ്ട് ആണ് നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പലപ്പോഴും പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളെന്താ പെട്ടെന്ന് മനസ്സിൽ കരുതാം. നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? പരീക്ഷണം എന്ന് പറയുമ്പോൾ പലതരം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? പലതരം പരീക്ഷണങ്ങളെ, ഡിഫിക്കൽട്ടീസിനെ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കാറില്ലേ? എന്തൊക്കെയാ? ദാരിദ്ര്യം, രോഗാവസ്ഥകൾ, കടം അല്ലെ? അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ. കുടുംബത്തിലെ ഏറ്റവും അടുത്തവരുടെ മരണം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉപ്പാടെ അസുഖം, ഉമ്മാടെ അസുഖം, സഹോദരി സഹോദരന്മാരുടെ അസുഖം, ഉപ്പാടെയും ഉമ്മാടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വീടില്ലാത്ത അവസ്ഥ, ഇങ്ങനെ പലതരം പരീക്ഷണങ്ങൾ. പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റൊരു പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതാണ് നമ്മൾ സാധാരണ പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു നിങ്ങളെ ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും പരീക്ഷിക്കുന്നു എന്നാണ്. എങ്ങനെയാണ്? അള്ളാഹു നമ്മളെ ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും പരീക്ഷിക്കും. അതിനാണ് ഫിത്ന എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സുഖങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, ദുഃഖങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, എളുപ്പം കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, പ്രയാസം കൊണ്ടും നമ്മളെ പരീക്ഷിക്കും. നമ്മൾ ഈ സുഖങ്ങൾ കൊണ്ടുള്ള പരീക്ഷണത്തെ പലപ്പോഴും മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഒരുപാട് സുഖങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നത് തന്നെ, ഇപ്പം ഒരുപക്ഷെ ഇവിടെ എനിക്കറിയില്ല എല്ലാവരും ഈ കോഴിക്കോടുകാരാണോ എന്നറിയില്ല, പഠനത്തിന് വേണ്ടി ഇവിടത്തേക്ക് വന്ന് താമസിക്കുന്ന പലരും ഉണ്ടാവും. അതൊരു വലിയൊരു സുഖം തന്നെയല്ലേ? സാമ്പത്തികമായ എളുപ്പം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമായ ഒരു കാര്യം, പഠിക്കാൻ പറ്റും, വിചാരിച്ച കോഴ്സിന് ചേരാൻ പറ്റും, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ലൊരു കുടുംബം, എല്ലാത്തിനും മത്താണിയായിട്ടുള്ള മാതാപിതാക്കൾ, ഇങ്ങനെ പലതരം സുഖങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളും, നിങ്ങൾ അനുഭവിക്കുന്ന കംഫേർട്ടും, നിങ്ങൾ അനുഭവിക്കുന്ന സൗഖ്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മളെല്ലാവരും പലതരം സുഖങ്ങളാൽ ജീവിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ സുഖങ്ങൾ കൊണ്ടും പരീക്ഷിക്കും എന്നാണ്. അതാണ് മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുന്ന മനോഹരമായൊരു വർത്താനമുണ്ട്. ഉബ്തുലീന ബിൽ ലറാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ലറാ കൊണ്ട് പരീക്ഷിച്ചിരിക്കുന്നു. ലറാ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, വൈതരണികൾ, കഷ്ടപ്പാടുകൾ. ഫസബർന, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും അല്ലെ? നമുക്ക് ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊരു ബുദ്ധിമുട്ടാണ്, അപ്പൊ നമ്മൾ ക്ഷമിക്കണം. എന്നാൽ ഉബ്തുലീന ബിസ്സറ, അതേ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരം സൗകര്യങ്ങൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും. ഫലൻ നസ്ബിർ, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? ക്ഷമിക്കാറില്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒറ്റൊരു ലൈനിലാണ് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമ ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. ശൈത്താനിയത്തിലേക്ക് വീഴാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. കണ്ണുകൊണ്ട്
തെറ്റ് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അത്തരം വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ ക്ഷമിക്കാൻ മറക്കും എന്ന് മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പരീക്ഷണം ഇപ്പം എന്തായിരിക്കും നമുക്ക്? എന്താണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ പരീക്ഷണം? അതൊന്ന് പറഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഏതൊക്കെയോ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന പ്രായം, മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം, മനുഷ്യൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യം, ഇതെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ് യൂത്ത്, അല്ലേ? സ്റ്റുഡൻ്റ് ഓഫ് യൂത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പ്രായത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെന്ന ചെറുപ്പക്കാരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരിക്കും? പരീക്ഷണം? അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഒറ്റൊരു വാക്കിൽ പറഞ്ഞു നോക്കിയാൽ, അള്ളാഹുവോട് നമ്മൾ ചെയ്ത കരാറിനെ പ്രതിയുള്ള പരീക്ഷണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹിനോട് ഒരു കരാർ ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കൊണ്ടുള്ള പരീക്ഷണം, കലിമത്തു തൗഹീദ് കൊണ്ടുള്ള പരീക്ഷണം. അതാണ് നമ്മൾ ഏറ്റവും വലിയ പരീക്ഷണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിച്ചത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അത് വഴുതിപ്പോകാനും അത് കയ്യിൽ നിന്ന് തെന്നി വീഴാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ കരാർ എന്ന് പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് അങ്ങോട്ട് സംസാരം പോകുന്തോറും നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും. മഹാനായ സ്വഹാബി ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ 30 കരാറുകൾ പറയപ്പെട്ടിട്ടുണ്ട്. എത്ര കരാറുകളാണ്? 30 കരാറുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് നമ്മൾ ചെയ്ത കരാർ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ടാസ്ക് 30 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ 30 എണ്ണത്തിൽ 10 എണ്ണം സൂറ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. 35-ാമത്തെ ആയത്തിൽ ആ 10 ഗുണങ്ങൾ, 10 ടാസ്കുകൾ, 10 കരാറുകൾ, 10 ക്വാളിറ്റീസ് അല്ലാഹ് പറയുന്നുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അതിൽ മെയിൽ ഫീമെയിൽ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. വളരെ മനോഹരമായ ആയത്താണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات. എന്തൊക്കെയാ പറഞ്ഞത്? മുസ്ലിം, മുഅ്മിൻ, സ്വായിം വിനയമുള്ളവൻ, സദഖ കൊടുക്കുന്നവൻ, സത്യസന്ധൻ, സ്വന്തം ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നവൻ, അള്ളാഹുവിനെ ധാരാളമായിട്ട് കൊടുക്കുന്നവൻ. ഇങ്ങനെ 10 ക്വാളിറ്റീസ് സൂറ അഹ്സാബിൽ അല്ലാഹ് പറയുന്നുണ്ട്. പിന്നെ 10 ക്വാളിറ്റീസ് പറയുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങനെ 10. അപ്പോൾ 20ആയി. മൂന്നാമത്തത് സൂറ മആരിജ്, സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ, നമ്മുടെ 29-ാമത്തെ ജുസ്ഇലെ ഒരു സൂക്തം. അതിൽ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, നിസ്കരിക്കുന്നവർ, സ്ഥിരമായി നിസ്കരിക്കുന്നവർ, നിസ്കാരത്തെ പതിവാക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അവിടെയും 10 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ 30 ഗുണങ്ങൾ. ഈ ഗുണങ്ങളെ പ്രതിയാണ്, ഈ 30 ക്വാളിറ്റിയെ പ്രതിയാണ് മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടത് എന്നാണ്. ഈ അഖ്ലാഖിനെ പ്രതിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടത്. ഇതായിരുന്നു ഇബ്രാഹിം നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ടാസ്ക്. തൻ്റെ ജീവിതത്തിൽ പാലിക്കാനും, തൻ്റെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനും, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അള്ളാഹു ഏൽപ്പിച്ച 30 ഗുണങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഉമ്മത്തെ മുസ്ലിമ വരുന്നതിന് മുമ്പ് ഈ ലോകത്ത് ആരായിരുന്നു ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്? ബനു ഇസ്രായേലായിരുന്നു, അല്ലേ? ഇസ്രായേലരായിരുന്നു. എന്തുകൊണ്ടാണ് അവർ തകർന്നത്? അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? എന്തുകൊണ്ടാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹം തകർന്നു തരിപ്പണമായത് ചരിത്രത്തിൽ? എന്തുകൊണ്ടാണ് അവർ തകർന്നത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ആ ഗുണങ്ങളെ അവർ നിരസിച്ചു, നിഷേധിച്ചു, അതിനെ അവർ ഒഴിവാക്കി എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സമുദായം തകർന്നു പോയത്.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദിബ്തല ഇബ്രാഹീമ റബ്ബഹു ബികലിമാത്തിൻ. അതാണ് കലിമാത്ത്, ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച്, എന്നെയും കുറിച്ച്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഹദീസ്. നിങ്ങൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ഹദീസാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. നിങ്ങൾ എല്ലാവരും ആട്ടിടയന്മാരാണ്. നിങ്ങളുടെ ആടുകളെ പ്രതി നിങ്ങൾ ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ എല്ലാവരും ആട്ടിടയന്മാരാണ്. നിങ്ങളുടെ കൂടെയുള്ളവരെ പ്രതി നിങ്ങൾ എന്താണ്? ഉത്തരവാദികളാണ്. യു ആർ റെസ്പോൺസിബിൾ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ കൂടെയുള്ളവരെ നിങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരാരാ? നമ്മുടെ സഹമുറിയൻ, സഹപാഠി, ക്ലാസ്മേറ്റ്, കോളേജ് മേറ്റ്, നെയ്ബർ, അല്ലെ, അയൽവാസി, അങ്ങനെ ഒരുപാട് പേർ. ഇപ്പൊ ഇവിടെയുള്ള പലരും എന്നും കൂടെ ജീവിക്കുന്നവരായിരിക്കും. ഒരു ഗ്യാങ് ഒക്കെ ആയിരിക്കും. ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നവരായിരിക്കും. ഇവിടത്തേക്ക് ഒരുമിച്ച് വന്നവരായിരിക്കും. ഇവിടുത്തെ ഒരുമിച്ച് പോകുന്നവരായിരിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നവരായിരിക്കും. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾക്ക് അവരെ പ്രതി ചില ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച്, നിങ്ങളുടെ സുഹൃത്തിനെ പ്രതി നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറയുന്നത് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. എന്താണ് അവരോടുള്ള നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം? ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചല്ലോ. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളുണ്ടല്ലോ, ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതിനെ അവർക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മളത് നിർവഹിക്കാറുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ഗൗരവപ്പെട്ട ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, ആ ഇബ്രാഹീമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്ക് നൽകിയ ദീനിയായ അറിവിനെ, ദീനിയായ ഇൽമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പാഠം. മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്ന്, വിശിഷ്യ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്. നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള, നമ്മൾ നേടിയെടുത്തിട്ടുള്ള, നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ള ദീനിയായ ഇൽമിനെ നമ്മുടെ കൂടെയുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, അവർക്ക് പകർന്നു കൊടുക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ് എല്ലാ കാലത്തും ദീൻ നിലനിന്നത്. നമ്മളിലേക്ക് ദീൻ എത്തിയത് അങ്ങനെയാണ്. എല്ലാ കാലത്തും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും കൂരിരുട്ടുണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും അന്ധകാരം ഉണ്ടായിട്ടുണ്ട്. ആ അന്ധകാരത്തിന്റെ ഒത്ത നടുവിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നിലനിന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഇൽമിനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ കൊടുത്തും കൊണ്ടും മുന്നോട്ട് പോയി എന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് ദീൻ സർവൈവ് ചെയ്തത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയണത് അതാണ്. ദാറുൽ അർക്കം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംവിധാനിച്ചിട്ടുള്ള ദാറുൽ അർക്കം എന്ന് പറയുന്ന സംവിധാനം നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഈ ഇൽമിനെ പകരുക, ഈ ഇൽമിനെ ട്രാൻസ്ഫർ ചെയ്യുക, ഈ ഇൽമിനെ കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഇൽമിനെ, ദീനിയായ ഇൽമിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ദാറുൽ അർക്കം നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ ഔദാര്യം. മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അത് ഏത് കാലഘട്ടത്തിലാവട്ടെ, ഏത് സാഹചര്യത്തിലാവട്ടെ, നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ ഏത് കോളേജിലാവട്ടെ, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാകട്ടെ, ഈ പാഠം ജീവിതത്തിൽ ഒന്നാമതായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയുന്നത്, നിങ്ങൾ ആ അറിവിനെ, ആ ക്ലാരിറ്റിയെ, ദീനിനെ കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം, ദീനിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്, എങ്ങോട്ടാണ്. നമ്മളൊരു ദിവസം പൊടുന്നനെ അള്ളാഹുവിലേക്ക് യാത്രയായാൽ എൻ്റെ അവസ്ഥ എന്താണ്?
ഇന്നൊരു ദിവസം അള്ളാഹു എന്നെ തിരിച്ചു വിളിച്ചാൽ ഞാൻ എവിടെയാണ്, എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും, എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നെ കുറിച്ച് എന്താണ് പറയാം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ അവരെന്തായിരിക്കും എന്നെക്കുറിച്ചുള്ള അനുഭവങ്ങളായിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ ഉത്തരവാദിത്വം നിർവഹിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ഓർത്തവർ കരയും. ഒരു വിഭാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫമാബക്കത്ത് അലൈഹി മുസ്സമാഹു വമാ കാനൂ മുൻദിരീൻ. അവർക്ക് വേണ്ടി ആകാശ ലോകത്തുനിന്ന് ആരും കണ്ണീർ വാർത്തില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്ന കുറച്ച് ആൾക്കാർ, അതിങ്ങനെ എന്തൊരു പറയാ, അത് കൃത്യമായിട്ട് ഉണ്ടാക്കാനല്ല പറയണത്, സ്വാഭാവികമായി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാ, ദീനിനെ കുറിച്ചുള്ള ക്ലാരിറ്റി നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കൂടെയുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ദാറുൽ അർക്കമിലൂടെ നേടിയെടുക്കാൻ പറ്റും. നമുക്ക് കുറെ ജാഹിലിയത്തുകളുണ്ട്, ശൈത്താനിയത്തുകളുണ്ട്. അതിനെ നമ്മൾ അതിജയിക്കണം, അതിനെ നമ്മൾ നീക്കിക്കളയണം. അത് എളുപ്പമല്ല. സൂറത്തുൽ ഫാത്തിഹയും പരിശുദ്ധ ഖുർആന്റെ താളുകളും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കണം. പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പകർന്നു കിട്ടപ്പെട്ട പാഠങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം, അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ക്ലാരിറ്റി, ഈ ദീനിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, സ്വന്തത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഏറ്റവും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്ത പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ കുറിച്ച് മാത്രമല്ല ആലോചിച്ചത്, തൻ്റെ മക്കളെ കുറിച്ച് മാത്രമല്ല ആലോചിച്ചത്, തൻ്റെ കുടുംബത്തെ കുറിച്ച് മാത്രമല്ല ആലോചിച്ചത്, തൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് മാത്രമല്ല ആലോചിച്ചത്, തനിക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആലോചിച്ചു. ആ ആലോചനയുടെ പ്രാർത്ഥനയാണ് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. കഅബ പണിയുമ്പോൾ മകൻ ഇസ്മായിലിനെ ചേർത്ത് പിടിച്ച് അള്ളാഹിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചോനെ ഇവിടേക്ക് നീ ഒരു പ്രവാചകൻ അയക്കണം. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് മഹാനായ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയോഗിതനായിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇസ്രാ മിഅ്റാജ് കേട്ടിട്ടില്ലേ? ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹിന്റെ റസൂൽ എന്തിലാണ് പോയത്? ബുറാഖിലല്ല പോയത്. ആ ബുറാഖിനെ നോക്കിയിട്ട് മലക്ക് ജിബ്രീൽ പറയുന്നൊരു കാര്യമുണ്ട്. ബുറാഖിനെ നോക്കിയിട്ട് പറയാണ്, റസൂലിനോളം ആദരണീയനായ ഒരാളും ഈ വാഹനം ഉപയോഗിച്ചിട്ടില്ല. അതിനെ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയണത് അതിന്റെ അർത്ഥം ഇതിനു മുമ്പും ആരോ ഈ ബുറാഖ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബമാണ്. അത് ഫിലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് ഇബ്രാഹിം കുടുംബവും വന്നത് ഈ ബുറാഖിലാണെന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്നാണ് ഇസ്രാ മിഅ്റാജ് നടത്തിയത്? മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കാണ്. ഇബ്രാഹിം നബി എവിടെ നിന്നാണ് വന്നത്? ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്കാണ്. എവിടെ നിന്നാണ് റസൂലുള്ളാഹ് തന്റെ ഇസ്രാ മിഅ്റാജ് യാത്ര ആരംഭിച്ചതെന്നറിയും? ഹിജ്ർ ഇസ്മായിലിൽ നിന്നാണ്. ഇവിടെ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മായിൽ നബിയെ ബലിയെറുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇബ്രാഹിം മണ്ണിലേക്ക് ചേർത്ത് വെച്ച സ്ഥലം, അവിടെ നിന്നാണ് റസൂലുള്ളാഹ് ഇസ്രാ മിഅ്റാജ് ആരംഭിക്കുന്നത്. അവിടേക്കാണ് റസൂലുള്ളാഹി ഇബ്രാഹിം നബിയും കുടുംബവും ബുറാഖിൽ വരുന്നത്. റസൂലുള്ളാഹ് ആ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ പല പ്രവാചകന്മാരെയും കാണുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരും ചോദിക്കുന്നത് റസൂലിന്റെ ഉമ്മത്തിനെ കുറിച്ചാണ്. ഓരോരുത്തരും ഉമ്മത്തിന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദം നബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മൂസാ നബി നമ്മുടെ ആരാധനകളിൽ ലഘൂകരണം ചോദിക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയാൻ പറയുന്നുണ്ട്, അല്ല നിസ്കാരം കുറക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇബ്രാഹിം നബി എന്താ പറഞ്ഞറിയോ? ഇബ്രാഹിം നബി അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞത്, അവരോട് എൻ്റെ സലാം അറിയിക്കണം, അവരോട് സ്വർഗത്തെക്കുറിച്ച് പറയണം, സ്വർഗത്തിൽ മനോഹരമായ ഫലവൃക്ഷങ്ങളുണ്ടെന്ന് പറയണം. ആ ഫലവൃക്ഷങ്ങൾ നേടിയെടുക്കാനുള്ള പാഠം എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്ർ റസൂലിനോട് പറഞ്ഞിട്ട് അത് നിന്റെ ഉമ്മത്തിന് പഠിപ്പിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ, അത് അവർ ഈ ലോകത്തുനിന്ന് വിട പറയുന്നതോടുകൂടി അവരെല്ലാം അവസാനിപ്പിച്ച് പോകലല്ല. വഫാത്തായതിനു ശേഷവും ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷവും വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് അവർക്ക് കരുതലുണ്ടായിരുന്നു. അവരുടെ കൺസേണിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയുന്നത്, ആ കരുതലാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഇബ്രാഹിം നബിയെ റസൂൽ കാണുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ഒരു കഅബ ഉണ്ടായിരുന്നു. ആ കഅബക്ക്
അഭിമുഖീകരിച്ച് ഇബ്രാഹിം നബിയെ റസൂൽ കാണുകയാണ്. അപ്പൊ റസൂൽ പറയുന്നുണ്ട്, എന്നെ പോലെയാണ് ഇബ്രാഹിം. രൂപസാദൃശ്യം പറയുന്നുണ്ട്. കാരണം ഇബ്രാഹിം എൻ്റെ അബാണ്, നമ്മുടെ അബാണെന്ന് ആര് പറയുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അബീന ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്. ആ കഅബക്ക് ചുറ്റും മലക്കുകൾ ഇങ്ങനെ വലയം വെക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് റസൂല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നത്. ആ ദുനിയാവിലെ കഅബന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്രാഹിം ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ പ്രവാചകനാണ് ആര്? മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ക്ലാരിറ്റി നമുക്കുണ്ടായാൽ മാത്രം പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകണം. അത് നിങ്ങളെ വലിയൊരു ആഗ്രഹമായിട്ട് മാറണം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലാഹു അത് സഫലീകരിച്ച് തരും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. അല്ലാതെ അല്ലാഹു അവരെ നിങ്ങളിൽ നിന്ന് അകറ്റും, ഇതിൽ യാതൊരു സംശയമൊന്നുമില്ല. അത് നിങ്ങൾ അവരെ വെറുപ്പിച്ചിട്ടൊന്നും വേണ്ട. അവർക്കെന്നെ മനസ്സിലാവും, അവർക്കെന്നെ ബോധ്യമാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയുന്നത് ആ ക്ലാരിറ്റിയാണ്, ആ ദീനിനെ കുറിച്ചുള്ള ബോധ്യമാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അത് ഇബ്രാഹിം നബി തന്നിൽ അവസാനിപ്പിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇബ്രാഹിം നബി ഇസ്മായിലിലൂടെ, ഇസ്ഹാക്കിലൂടെ, അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബിലൂടെ, യൂസുഫിലൂടെ ആ അറിവ് അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടാണ് നമ്മളിലേക്ക് എത്തിയത്. നൂറ്റാണ്ടുകൾ യാത്ര ചെയ്തിട്ടാണ് ദീൻ നമ്മളിൽ എത്തിയത്. അല്ലേ? വെറുതെ കിട്ടിയതാണോ? ഖുർആൻ നമുക്ക് നേരിട്ട് ഇറങ്ങിയതാണോ? ആണോ? പ്രവാചകന്മാർ നേരിട്ട് നമ്മളിലേക്ക് വന്നതാണോ? അല്ല. ഇതിങ്ങനെ ഒരുപാട് സഞ്ചരിച്ചിട്ടാണ് ഈ ദീൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ഇനിയും ഇത് സഞ്ചരിച്ചിട്ട് വേറൊരുപാട് പേരിലേക്ക് എത്താനുണ്ട്. നമുക്ക് മുമ്പിൽ ഒരു തലമുറ ദൗത്യം നിർവഹിച്ചതുകൊണ്ട് ഈ ദീൻ നമ്മുടെ കയ്യിലെത്തി. നമ്മൾ ദൗത്യം നിർവഹിക്കാൻ മറന്നുപോയാൽ നമ്മളെപ്പോലെയുള്ള വരും തലമുറയ്ക്ക് ഇത് കിട്ടാതെ പോകും. മഹാന്മാരായ പ്രവാചകന്മാരെ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം അതാണ്. ആ പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അള്ളാഹിൻ്റെ സഹായം ഡിലേ ആവാം. ചിലപ്പോൾ അള്ളാഹിൻ്റെ സഹായം കിട്ടാൻ കുറച്ച് വൈകും. ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പം നമുക്കത് വലിയ വിഷയമൊന്നുമില്ല. ഇപ്പം ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് സഹായം ചിലപ്പം കുറച്ച് വൈകും. അള്ളാഹു കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവരെ സഹായിക്കുക. ഇന്ത്യയിൽ, കേരളത്തിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും അഭിമുഖീകരിക്കാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യയിൽ നിരന്തരം കൊല ചെയ്യപ്പെടുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് കൊല ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് ഒരു കുടുംബത്തിലെ 3 പേർ, അല്ലെങ്കിൽ ഒരു നാട്ടിലെ, ഒരു സ്റ്റേറ്റിലെ 3 പേരെ കൊല്ലുകയാണ് പശുവിന്റെ പേര് പറഞ്ഞ്. അങ്ങനെ നിരന്തരം കൊല ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ചിലപ്പോൾ അവർക്ക് അള്ളാഹിന്റെ സഹായം വൈകിയായിരിക്കും ലഭിക്കുക. പക്ഷെ അത് ഡിലേ ആവുമെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ക്ലാരിറ്റി നമ്മൾ എന്താക്കരുത്? പോസ്റ്റ്പോൺ ചെയ്യരുത്. അതിനെ നമ്മൾ ഡിലേ ആക്കരുത്. പരമാവധി നമ്മൾ നേരത്തെ തന്നെ അത് നേടിയെടുക്കണം. നമുക്ക് എപ്പോഴൊക്കെ പറ്റും അപ്പോഴൊക്കെ നമ്മൾ ഈ ദീനിനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ദീനിനെ കുറിച്ചുള്ള അറിവിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ദാറുൽ അർക്കം മക്കയിലായിരുന്നു ആവശ്യം, മദീനയിലല്ല എന്ന് പറഞ്ഞത്. ദാറുൽ അർക്കമിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ദാറുൽ അർക്കം ആവശ്യം എവിടെയായിരുന്നു? മക്കയിലായിരുന്നു, മദീനയിലല്ല. മദീനയിൽ ദാറുൽ അർക്കമിന്റെ ആവശ്യമില്ല. കാരണം മക്കയിലെ ദാറുൽ അർക്കമിൽ നിന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ വളർന്ന് പന്തലിച്ച് പരിലസിച്ചത്. അല്ലെ? അവിടെ നിന്നാണ് മഹാന്മാരായ സ്വഹാബത്ത് ദീനിനെ പകർന്നു കൊടുത്തത്. അവിടെ നിന്നാണ് ഈ ദീൻ കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവിടെ നിന്നാണ് ഈ ദീൻ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടത്. അവിടെ നിന്നാണ് ഈ ദീൻ വളർന്നത്, വളർന്ന് വലുതായത്. ആ ദാറുൽ അർക്കം മക്കയിലായിരുന്നു ആവശ്യം. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഈ ദാറുൽ അർക്കം ആവശ്യമാണ്, ഈ സംവിധാനം ആവശ്യമാണ്, ഈ ഇരുത്തങ്ങൾ ആവശ്യമാണ്, ഈ ഇൽമിനെ പകർന്നെടുക്കലും പകരലും നുകരലും ആവശ്യമാണ്. നമുക്കിത് ആവശ്യമാണ്. നമുക്ക് ദീനിനെ പുതുക്കാൻ, നമ്മുടെ അഖ്ലാഖിനെ പുതുക്കാൻ, നമ്മുടെ ദീനിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാക്കാൻ നമുക്ക് ഇത്തരം പാഠങ്ങളും പഠനങ്ങളും ക്ലാസ്സുകളും നസീഹത്തുകൾക്ക് ആവശ്യമാണ്. ആ ദാറുൽ അർക്കമാണ് അതിൻ്റെ ഒരു അതാണ് നമ്മൾ ആ പേരാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ സ്വീകരിച്ചത്. മക്കയിലെ ദാറുൽ അർക്കം. അവിടെ നിന്നാണ് മഹാന്മാരായ സ്വഹാബത്ത് പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ ഖൽബിലേക്ക് എടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത്. ആ ദൗത്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെയുള്ള ദാറുൽ അർക്കം നിർവഹിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ പറയാം. ശ്രമിക്കുന്നത്. നമുക്കതിൻ്റെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ സഹാബത്തല്ല, നമ്മുടെ പ്രവാചകന്മാരല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഉമ്മത്തിന് തുടർച്ചയുണ്ടാകണം. മഹാന്മാരായ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം അതാണ്. ഉമ്മത്തിന് തുടർച്ചയുണ്ടാക്കി. അവർ വരും തലമുറയെക്കുറിച്ച് ആലോചിച്ചു. അവർ അതിനുവേണ്ടി പണിയെടുത്തു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ദീനിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. നിങ്ങൾ ആലോചിക്കാറുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച്? ആ വെള്ള പുതച്ച
ആ തുണിയിൽ പുതച്ചു കിടക്കുന്ന ഒരു ദിനത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നമ്മളിൽ പലരും ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് പല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒന്നും നടക്കാത്തൊരു നിമിഷം, ഒരു മൊമെന്റ്. എല്ലാവരും ചുറ്റും ഉണ്ടാവും, പക്ഷെ ആരെയും വിളിക്കാൻ പറ്റില്ല, ആരെയും തൊടാൻ പറ്റില്ല, ആരോടും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു നിമിഷത്തെക്കുറിച്ച്, ഒരു മൊമെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി. തിരിച്ചു പോകേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷെ നമ്മൾ ആലോചിക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പ്രായം അങ്ങനെയാണ്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണ്, നമുക്ക് പകർന്നു കിട്ടുന്ന പാഠങ്ങൾ മറ്റു പലതുമാണ്. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഒരു ഭാവന ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് ദുനിയാവിൽ പല സ്വപ്നങ്ങളുണ്ടാവും, സ്വപ്ന ഭവനങ്ങളും ഉണ്ടാവും. നമുക്ക് കരിയറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, ഭാവനകൾ ഉണ്ടാവും, ഇമാജിനേഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് സ്വർഗത്തെ കുറിച്ച് അങ്ങനെ ഒരു ഭാവന ഉണ്ടായിട്ടുണ്ടോ? ഖബറിലെ ബർസഖിയായ ജീവിതത്തെ കുറിച്ച് ഒരു ഭാവന ഉണ്ടായിട്ടുണ്ടോ? ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണല്ലോ. സാധാരണ നമ്മളെല്ലാ ദിവസവും ആക്സിഡന്റുകൾ, പലതരം അപകട മരണങ്ങൾ എപ്പോഴും കേൾക്കും നമ്മൾ. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അവർ ശ്രദ്ധിക്കണമായിരുന്നു, അവർ ശ്രദ്ധിക്കായിട്ടാണ്. കുട്ടി അല്ലെ, ഒരു റിമോട്ട് ഗേറ്റിൽ പെട്ട് ഒരു കുട്ടി മരണപ്പെട്ടത്, ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി. എല്ലാ ദിവസവും അതിലൂടെ തന്നെ പോവാറ്. പക്ഷെ ഒരു ദിവസം പോയപ്പോൾ ആ ഗേറ്റിൽ കുടുങ്ങി കുട്ടി മരിക്കുകയാണ്. ആ കുട്ടിയുടെ മയ്യത്തിട്ട് വല്യമ്മ മരിക്കുകയാണ്. അത് അത്രയും സ്നേഹമായിരുന്നു വല്യമ്മക്ക് ആ പേരെ കുട്ടിയോട്. അപ്പൊ നമ്മളിങ്ങനെ പറയും, മനുഷ്യന്മാർ ശ്രദ്ധിക്കണമായിരുന്നു, ശ്രദ്ധിക്കായിട്ടാണ്. ഇന്നിപ്പം ഒരു FBയിലൊരു ഇത് കണ്ടു. ബസ് ഇറങ്ങിയിട്ട് കുട്ടി സീബ്ര ലൈനിലോട്ട് ഓടുകയാണ്. ഓടുന്ന സമയത്ത് കാറ് ചീറിപ്പാഞ്ഞു പോവാണ്. അപ്പൊ കുട്ടീനെ തട്ടിത്തെറിപ്പിച്ചു, എന്തൊക്കെയോ കൊണ്ട് കുട്ടി വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പറയും ശ്രദ്ധിക്കണം. ആ കാറുകാരൻ ശ്രദ്ധിച്ചില്ല, കുട്ടി ശ്രദ്ധിച്ചില്ല. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു ബസ് ഒരു ബൈക്കിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ കയറുമ്പോഴേക്ക് ബസ് വരികയാണ്. ബസ്സിന് അപ്പുറത്ത് സൈഡ് ഉണ്ടായതുകൊണ്ട് ബസ് അതിലോട്ട് പോയതുകൊണ്ട് ഇവരിങ്ങനെ വഴുതി പോന്ന് രക്ഷപ്പെട്ടു. നമ്മൾ പറയും ശ്രദ്ധിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താണ് ഇവരിങ്ങനെ ശ്രദ്ധിക്കാത്തത്? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദുനിയാവിൽ എത്ര ശ്രദ്ധിച്ചാലും, നമ്മൾ ദുനിയാവിൽ എത്ര തന്നെ മുൻകരുതലുകൾ എടുത്താലും, നമ്മൾ ദുനിയാവിൽ എന്തൊക്കെ പെർഫെക്ഷന് വേണ്ടി പണിയെടുത്താലും ദുനിയാവിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും. അതാണ് ദുനിയാവ്. അതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ എന്തൊക്കെ ചെയ്താലും സംഭവിക്കേണ്ടത് സംഭവിക്കും. ഇവിടെ ഒരു പെർഫെക്റ്റ് ലോകം നമുക്ക് കിട്ടൂല. അതിനാണല്ലോ ദുനിയാവ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ സ്വർഗത്തിന്റെ പ്രസക്തി എവിടെയാണ്? ഈ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നിങ്ങൾ കരുതാണ്, സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മളിങ്ങനെ രാവിലെ എല്ലാം പത്തകടം പറഞ്ഞല്ലോ, ജിമ്മിന് പോയി അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ടർഫിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെ ഡയറ്റിൽ അങ്ങനെ ഇരിക്കുന്നു, ഹോസ്പിറ്റൽ ഡോക്ടർ ഇരിക്കുന്നു. ഇതാണ് ദുനിയാവ്. ദുനിയാവിൽ നമ്മൾ കരുതാണ് നമ്മൾ എന്തോ ചെയ്ത് കഴിഞ്ഞാലെല്ലാം. ഞാൻ സാധാരണ പറയാറുണ്ട്, രാവിലെ നടക്കാൻ പോവല്ല അപ്പൊ നമ്മൾ കരുതും ആയുസ് കൂടുന്നതാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ അങ്ങനെ കരുതിയത്. നടന്നാൽ എന്താ സംഭവിക്കുക? ആയുസ്സുള്ളിടത്തോളം കാലം ആരോഗ്യത്തോടെ ജീവിക്കാന്നാണ്. ആയുസ് കൂടും നമ്മൾ കരുതിയിട്ടുണ്ടോ? നമ്മൾ പക്ഷെ അങ്ങനെ കരുതിക്കണം ആയുസ് കൂടും. ആയുസ്സൊന്നും കൂടൂല. ആയുസ് പടച്ചോ പറഞ്ഞ സമയത്ത് തീരും. പക്ഷെ ആരോഗ്യത്തോടെ ജീവിക്കാം ഇതുവരെ, ആയുസ്സുള്ളിടത്തോളം കാലം. ആയുസ് തീരുമാനിക്കുന്നത് ആരാണ്? അല്ലയാണ്, നമ്മളല്ല. ഈ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ആയുസ് തീരുമാനിക്കുന്നത് പടച്ചോനാണ്. നമ്മൾ എവിടം വരെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പടച്ചോനാണ്. ഞാൻ നാളെ പകലും ഈ രാത്രി പൂർത്തിയാക്കണോ എന്ന് തീരുമാനിക്കുന്നത് പടച്ചോനാണ്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യന് അലസമായിട്ട് കടന്നുറങ്ങാൻ പറ്റില്ല, പ്രാർത്ഥിക്കാതെ കടന്നുറങ്ങാൻ പറ്റില്ല. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു എന്ന് പറയാതെ പ്രാർത്ഥിക്കാതെ കടന്നുറങ്ങാൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ദുനിയാവിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, ആഖിറത്തിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, നമ്മളിവിടെ നിർവഹിക്കേണ്ട ദൗത്യത്തെ കുറിച്ചുള്ള ക്ലാരിറ്റി, അത് ദീനിൽ നിന്നാണ് കിട്ടുക, അത് ഇസ്ലാമിൽ നിന്നാണ് കിട്ടുക. അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അത് എല്ലാവരും ചിലപ്പോൾ കൊണ്ടുവന്ന് തരില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം. ആ ക്ലാരിറ്റി നമ്മൾ നേടണം. നമ്മുടെ ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ദീനിനെ കുറിച്ചുള്ള അറിവിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. രണ്ടാമതായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കുറേ പേരുകൾ കൊണ്ട് പ്രശംസിക്കുന്നുണ്ട്. അതിൽ മനോഹരമായ ഒരു വാക്കാണ്, ഒരു പേരാണ് സിദ്ദീഖ്. സിദ്ദീഖ് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രശംസിക്കുന്നുണ്ട്. സിദ്ദീഖായ പ്രവാചകൻ, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. എന്താണ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? 9:25 സമയം ഒരുപാട് പോയി.
ഒരു 10 മിനിറ്റ് കൂടി അവസാനിപ്പിക്കുകയാണ്. എന്താണ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവിയാണ് സിദ്ദീഖ്. ഏറ്റവും വലിയ ദറജയാണ് സിദ്ദീഖ്. ഏറ്റവും വലിയ റാങ്കാണ്, പൊസിഷനാണ് സിദ്ദീഖ്. സിദ്ദീഖിൽ ഷഹീദ് പെടും. ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർക്കും സഹാബത്തിനും ശേഷം, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് ശേഷം ഉള്ള പദവിയാണ് എന്ത്? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ. ഒരു ഷഹീദിന് എന്താവാം? ചിലപ്പോൾ സിദ്ദീഖ് ആവണമെന്നില്ല, പക്ഷെ സിദ്ദീഖിന് എന്താവാം? ഷഹീദാവാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് ഷഹീദായിരുന്നോ? ആയിരുന്നോ? അബൂബക്കറിനെ ആരാണ് സിദ്ദീഖ് എന്നുള്ള പേര് വിളിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ, അലി റളിയല്ലാഹു അലൈഹിം അവരെങ്ങനെയാണ് മരണപ്പെട്ടത്? എങ്ങനെ മരണപ്പെട്ടത്? വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. ഷഹാദത്ത് വരിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം ഞാനിതാ കൊല്ലപ്പെടാൻ പോകുന്നു. അങ്ങനെ കൊല്ലപ്പെടും എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു? ഇല്ല. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. നമ്മൾ ഹിജറയിൽ കേട്ടിട്ടില്ലേ? റസൂലിന്റെ കൂടെ പോയാൽ മരണോ അല്ലെങ്കിൽ ജീവത്യാഗം എന്തോ ഒന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂടെ പോകുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിനോടുള്ള സിദ്ദിഖിനെ നിരന്തരമായി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. അള്ളാന്റെ മാർഗത്തിൽ എന്തു വന്നാലും അദ്ദേഹം അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സിദ്ദീഖായത്. എന്ന് പറഞ്ഞാൽ ഷഹീദിന്റെ പദവി അദ്ദേഹത്തിന് ലഭിച്ചു. ഷഹീദ് ആകാതെ തന്നെ അങ്ങനെ ലഭിക്കും. അവനാണ് സിദ്ദീഖ്. ഷഹീദ് ആകാതെ തന്നെ ഷഹീദിന്റെ പദവി കിട്ടുക. നമ്മൾ സാധാരണ പറയില്ലേ, ഹജ്ജിന് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ അതിനു മുമ്പ് മരണപ്പെട്ടു. അവർക്ക് എന്ത് കിട്ടും? ഒരു ഹാജിയുടെ പദവി കിട്ടൂല. അതേപോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തും അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നു. അതിനൊരു കള്ളത്തരം ഉണ്ടായിരുന്നില്ല. സത്യത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ചിരുന്നു. ആ സത്യത്തിന്റെ പേരിൽ എന്തൊക്കെ വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദീനിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ദീനിനോട് നമുക്ക് എന്ത് വേണം? ഇഷ്ക് വേണം. അള്ളാഹിനോട് പ്രണയം വേണം. അള്ളാഹിൻ്റെ റസൂലിനോട് പ്രണയം വേണം. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ക് വേണമെങ്കിൽ ആ ഇഷ്ക് എവിടെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക എന്ന് വെച്ചാൽ സദഖെ ഖലീൽ സബ്റ ഹുസൈൻ. അള്ളാഹിനോട് എപ്പോഴാണ് നമുക്ക് പ്രണയം ഉണ്ടാവുക? അള്ളാഹിനോട് എപ്പോഴാണ് നമുക്ക് ഇഷ്ക് ഉണ്ടാവുക? റസൂലിനോട് എപ്പോഴാണ് നമുക്ക് ഇഷ്ക് ഉണ്ടാവുക? നിങ്ങൾക്ക് ഈ ദീനിനോട് ഇഷ്ക് തോന്നണം, പ്രണയം തോന്നണം, അഭിനിവേശം തോന്നണം, വല്ലാതൊരു ആഗ്രഹം തോന്നണം, കൊതി തോന്നണം. നിങ്ങൾക്ക് ആ ഇഷ്ക് കണ്ടെത്താൻ പറ്റിയ സദഖെ ഖലീലിലും സബ്റ ഹുസൈനിലുമാണ്. എന്താണ് സദഖെ ഖലീൽ എന്ന് പറഞ്ഞാൽ? മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ഒറ്റ നിലപാടായിരുന്നു. അത് തൗഹീദായിരുന്നു. നമ്രൂദിനെ അഭിമുഖീകരിച്ചപ്പോഴും, മക്കളെ വളർത്തിയപ്പോഴും, അവരെ മക്ക മണലാരണ്യത്തിൽ വിട്ടേച്ചു പോയപ്പോഴും, എല്ലാ സന്ദർഭത്തിലും, ഒറ്റക്കായപ്പോഴും, കുടുംബത്തിന്റെ കൂടെ ആയപ്പോഴും, ഒരു വലിയൊരു അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിലായിരുന്നപ്പോഴും ഇബ്രാഹിം നബിക്ക് ഒറ്റ നിലപാടായിരുന്നു. ആ സിദ്ദിഖിലാണ് നമുക്ക് ദീനിനോടുള്ള ഇഷ്കിനെ കണ്ടെത്താൻ പറ്റേണ്ടത്. നമുക്ക് എന്ത് വേണം? ഈ ദീനിനെ മനോഹരമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അള്ളാഹിനോടുള്ള പ്രണയത്തെ തിരിച്ചു പിടിക്കണം. അള്ളാഹിൻ്റെ റസൂലിനോടുള്ള പ്രണയത്തെ തിരിച്ചു പിടിക്കണം. ആലോചിക്കൂ, തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു? ഇല്ല. തനിക്ക് മുമ്പിലേക്ക് വരാനിരിക്കുന്നത് വലിയ പരീക്ഷണമാണെന്ന് അറിഞ്ഞിട്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്ത ആളാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? ആ തീക്കുണ്ടാരത്തെ തണുപ്പിച്ചു. തീക്കുണ്ടാരത്തിൽ കത്തിക്കപ്പെട്ടാൽ എന്താണോ പ്രതിഫലം, അത് മുഴുവൻ ഇബ്രാഹിം നബിക്ക് കിട്ടുകയും ചെയ്തു. അതേ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? അതിൽ കത്തിയെരിയപ്പെട്ടിട്ടുമില്ല. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും ഈ മുഅ്ജിസത്തുകളൊക്കെ സാധ്യമാണ്. അത് പ്രവാചകന്മാർക്കുണ്ടായ മുഅ്ജിസത്തല്ല. പ്രവാചകന്മാർക്കുണ്ടായ തഖ്വ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില മുഅ്ജിസത്തുകൾ സാധ്യമാണ്.
ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കാൻ നമുക്ക് പറ്റും. പ്രവാചകന്മാർ അങ്ങനെയാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയതെങ്കിൽ നമുക്ക് അവർ പകർന്നു നൽകിയ തഖ്വയിലൂടെ, അവർ പകർന്നു നൽകിയ ഇസ്ലാമിലൂടെ, അവർ പകർന്നു നൽകിയ ദീനിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ച് നോക്കണം, നമ്മുടെ ദീനിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ച് നോക്കണം. മാഷാ അല്ലാഹ്, വാഇൽ അദ്ദുഹ്ദു ജീവിക്കുന്ന രക്തസാക്ഷിയാണ്, ജീവിക്കുന്ന ഷഹീദാണ്. ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, കുടുംബത്തിലെല്ലാവരും മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസയിലെ പ്രിയപ്പെട്ട ശുഹദാക്കളെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിലൂടെ നടക്കുന്ന ശുഹദാക്കളെ കാണണോ? നിങ്ങൾ ഗസയിലേക്ക് നോക്കൂ. അവർ ഷഹീദുകളായിട്ടില്ല, ഒരുപക്ഷെ അവർ ഷഹാദത്ത് വരിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല, പക്ഷെ അവർ ശുഹദാക്കളാണ്. കാരണം ഷഹാദത്ത് കൊതിച്ചും ഷഹാദത്ത് പ്രതീക്ഷിച്ചും അള്ളാഹിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കേണ്ടി വരും എന്ന് കരുതിയിട്ടും ഫലസ്തീനിൽ ജീവിക്കുന്നവരാണ് അവർ. അവർ ശുഹദാക്കളായില്ല, പക്ഷെ അവർ ജീവിക്കുന്ന ശുഹദാക്കളാണ്. ആ ഷഹാദത്തിന്റെ പദവി ജീവിക്കുമ്പോൾ തന്നെ നേടിയെടുത്തവരാണ്. വലിയ പാടാണ് അവർ. ദീനിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയിൽ അവരോട് നമുക്ക് വേറെ പാഠം കിട്ടാനില്ല. എത്ര ക്ലാരിറ്റിയിലാണ് അവർ ജീവിക്കുന്നത്, അവർക്ക് ക്ലിയർ ആണ് കാര്യങ്ങൾ. അവരെപ്പോഴും പറയാതാണ് നമുക്ക് പടച്ചവന്റെ അടുത്തുണ്ടെന്നാ. അവരോട് പലരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റണേ, സഹിക്കാൻ പറ്റണേ? അപ്പൊ അവർ പറയുന്ന കാര്യമാണ്, എല്ലാവരും ചെറിയ കുട്ടികളടക്കം വലിയവരടക്കം എല്ലാവരും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എല്ലാം അള്ളാന്റെ അടുത്തല്ല, അങ്ങ് പരലോകത്തല്ലേ എന്നാണ് പറയാം. നമ്മുടെ ജീവിതം പരലോകത്തല്ലേ എന്നാണ് പറയാം. ഞാൻ പറയണത് ഈ ഒരു ക്ലാരിറ്റിയും ഈ ഒരു പാഠവുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടത്. ഈ ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ക്കാണ്. നമുക്ക് ദീനിനോട് സിദ്ക്ക് ഉണ്ടാവണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, നമ്മൾ സത്യസന്ധരാവണം. നമ്മുടെ കൗല് കൊണ്ട് മാത്രം സത്യസന്ധരായാൽ പോരാ, നമ്മുടെ അമല് കൊണ്ടും നമ്മൾ സത്യസന്ധരാവണം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പദവി നേടാൻ പറ്റി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അസിദ്ദിഖിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. എവിടെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിന്റെ അവസാനം വരെ ആ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലു തബ്ദീല. മനുഷ്യരിൽ ചില ആൾക്കാരുണ്ട്, അല്ലാഹുവോട് കരാർ ചെയ്ത ചില മനുഷ്യർ. ഫമിൻഹും മൻ ഖദാ നഹ്ബ, അതിൽ ചിലർ ആ കരാർ പൂർത്തീകരിച്ചു പോയി. വമിൻഹും മൻ യന്തളിർ, ചിലർ ആ കരാർ പൂർത്തീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ബാക്കിയായിട്ടുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അവർ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ആ കരാറിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ നിലപാടിൽ മാറ്റം വരരുത്. നമ്മൾ മുസ്ലിമാണോ, നമ്മൾ മുഅ്മിനാണോ, നമ്മൾ മുഹ്സിനാണോ, നമ്മൾ മുത്തഖിയാണോ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ആ കരാറ് ലംഘിക്കാത്തവരായിട്ട് മാറും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ പറ്റില്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ പറ്റില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ അതൊന്നും ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ നന്മകൾ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മുടെ ജീവിതം തന്നെ ഉദാഹരണമാണ്. വമൻ ലം യസ്ബിർ അലൽ ഖലീൽ ലാ യുംകിനു അൻ യകൂന സാബിറൻ അലൽ കസീർ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഒരു പക്ഷെ എന്തായിരിക്കും എന്ന് വെച്ചാൽ, അല്ല നമ്മളിപ്പം ചില സമയത്ത് നമ്മൾ എന്താണ് അക്ഷമരാവാറുണ്ടല്ലോ അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഞാൻ അവിടെ ക്ഷമ പാലിക്കും. ടീച്ചർ എന്നോട് മോശം പറയുമ്പോൾ ഇല്ല, ഞാൻ മനസ്സിൽ തെറി വിളിക്കുകയും മോശം പറയുകയൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ ചങ്ങാതിമാരെ ഒരിക്കലും മോശം വാക്കുകൊണ്ട് അഭിമുഖീകരിക്കില്ല. ചെറിയ ചെറിയ കാര്യമാണത്. നമുക്ക് പലപ്പോഴും അത് ക്ഷമിക്കാൻ പറ്റാറില്ല. നമ്മൾ ചിലതൊക്കെ വിളിച്ചു പോകും, ചിലതൊക്കെ പറഞ്ഞു പോകും, ചിലതൊക്കെ ചെയ്തു പോകും, ചിലതൊക്കെ പ്രകടിപ്പിച്ചു പോകും. നമുക്ക് അവിടെ ആ ക്ഷമ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലും ക്ഷമ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ മുഖത്ത് ശുണ്ടിയുള്ളവരും ദേഷ്യക്കാരായിട്ട് മാറും. ദീനിന്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് 5 നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാൻ പറ്റുന്നില്ല, പള്ളി അടുത്തുണ്ടായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറെ ക്ഷമ, അങ്ങനെയും ക്ഷമയുണ്ടല്ലോ. നമുക്ക് വേറെ എവിടെയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്ത് നമ്മളിങ്ങനെ തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്യുക. സത്യസന്ധതയും കമ്മിറ്റ്മെന്റും നിഷ്കളങ്കതയും നിഷ്കാപട്യവും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗുണങ്ങളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത്. ആ ഗുണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
ആ സിദ്ദിഖിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ സിദ്ദിഖാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ സിദ്ദീഖുൽ അക്ബറിന്റെ ആ സിദ്ദിഖ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സിദ്ദിഖ്, അതാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അള്ളാഹിനോട് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടത്. പടച്ചവനെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും സത്യസന്ധരായിട്ട് നീ ഞങ്ങളെ മാറ്റണേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും സിദ്ദീഖായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും സിദ്ദീഖായിരുന്നു. അതേപോലെ നമുക്കും സിദ്ദീഖായി ജീവിച്ച് മരിക്കാൻ സാധിക്കണം. ഈമാൻ അത് ബുക്ക് വായിച്ചാൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഇരുന്നാൽ കിട്ടുന്ന സാധനമൊന്നല്ല കേട്ടോ. നമ്മൾ അങ്ങനെ കരുതി പോകരുത്, നിസ്സാരമായി അതിനെ കാണരുത്. അത് അള്ളാഹു നമ്മുടെ കൽബിൽ ഇട്ട് തരേണ്ട ഒരു സാധനമാണ്. വെറുതെ കിട്ടൂല ഈമാൻ, വെറുതെ കിട്ടൂല ഇസ്ലാം. അതുകൊണ്ടാണ് സഹാബത്ത് കൊതിയോടുകൂടി അതിനെ സ്വീകരിക്കുകയും കൊതിയോടുകൂടി അതിനെ സംരക്ഷിക്കുകയും കൊതിയോടുകൂടി അതിനെ സംരക്ഷിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത്. അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അവിടെ നമ്മൾ ദാറുൽ അർഖമിന്റെ ക്ലാസ്സിൽ വന്നിരുന്നു എന്ന് എഴുതിയിട്ട് നമുക്ക് ഈമാൻ ഉണ്ടാവണമെന്നില്ല. എനിക്ക് അള്ളാഹിനെ കുറിച്ച് എല്ലാം അറിയാം, പരലോകം ഉണ്ടെന്ന് അറിയാം, ബർസഖിയായ ജീവിതം ഉണ്ടെന്ന് അറിയാം, എല്ലാം അറിയാം. അവിടെ നമ്മൾ സാധിക്കാവണമെന്നില്ല. ജീവിതത്തിൽ കൂടി സിദ്ദീഖ് പാലിക്കുമ്പോഴാണ് നമ്മൾ സാധിക്കാവുക. സായിമാവുക, ഖാശിആവുക, ദാക്കിരാവുക. അതുകൊണ്ട് ഈമാൻ അത് അള്ളാഹു നമ്മുടെ കൽബിലിട്ട് തരാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം, നമുക്ക് കൊതി ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഈമാൻ കൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു എൻ്റെ കൽബിൽ ഈമാൻ നിറച്ചേരണം. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പാടുള്ള, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്മായിൽ നബീനെ കുറിച്ച് അല്ലാമ ഇക്ബാൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യേ ഫൈസാനി നസർത യാ കി മക്തബ് കി കറാമത്ത് സിഖായ കിസ്നെ ഇസ്മായിൽ കോ ആദാബ് ഫർസന്ദി. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, ഏത് മദ്രസയിൽ നിന്നാണ്, ഏത് സ്കൂളിൽ നിന്നാണ് ഇബ്രാഹിം ഇതൊക്കെ ഇസ്മായിൽ ഇതൊക്കെ പഠിച്ചത്? സിഖായ കിസ്നെ ഇസ്മായിൽ കോ യേ ആദാബ് ഫർസന്ദി. ഈ അദബ് എവിടെ നിന്നാണ് ഇസ്മായിൽ പഠിച്ചത്? ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമായിരുന്നു. അതേപോലെ നമുക്ക് ചില അദബുകൾ പഠിക്കാനുണ്ട്. നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ദീനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഈമാനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക. അതിന് ഇത്തരം സദസ്സുകളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് പകർന്നു കൊടുക്കുക. നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ച് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ്, ആ ഗുണങ്ങൾ സാദിഖീങ്ങളിൽ, ഖാശിഈങ്ങളിൽ, സ്വാഹിമീങ്ങളിൽ, ളാകിരീങ്ങളിൽ, ഖാനിത്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും ആ സിദ്ദീഖിനെ, ആ സത്യസന്ധതയെ പാലിക്കുന്ന വിശ്വാസികളെ, ചെറുപ്പക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, മരണത്തിന് പ്രായമില്ല, മരണത്തിന് അങ്ങനെ സമയമൊന്നുമില്ല, മരണത്തിന് അങ്ങനെ കാലമൊന്നുമില്ല. ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മരിച്ചു പോവാണ്. ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എല്ലാം നമ്മൾ കാണുന്നു, എല്ലാം നമ്മൾ കേൾക്കുന്നു, എല്ലാം നമ്മൾ അറിയുന്നു. ഇപ്പോഴാണ് ചെറുപ്പക്കാർ കൂടുതലായിട്ട് മരിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല, ഇതെല്ലാം നമ്മൾ കാണാണ്, എല്ലാം അറിയാം. ഇപ്പം എന്താണ്, കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ KSRTCന്റെ നേരെ മുമ്പിലേക്ക് പോയിട്ട് ആ 3 ഉപ്പയും ഉമ്മയും മോൾക്ക് +2 അഡ്മിഷൻ തരപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഒരുമിച്ചാണ് അവരുടെ കബർ കുഴിക്കപ്പെട്ടത്. അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഒരുമിച്ച് യാത്ര ചെയ്തു, അവർ ഒരുമിച്ച് തിരിച്ചു പോയി. നമുക്കെപ്പോഴും ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം, ഈ ബോധം ഉണ്ടാവണം. നമ്മൾ ഏത് സമയത്തും അള്ളാഹുലേക്ക് തിരിച്ചു വിളിക്കപ്പെടും. അപ്പം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രിപ്പയർ ആകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈമാനിലായിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ആ പാർശ്വത്തെ മുറുകെ പിടിക്കുന്നവരാകണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ പ്രസക്തി. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതി. നമ്മളെല്ലാവരും അങ്ങനെ പരസ്പരം ഉത്തരവാദികളായി മാറാൻ തീരുമാനിച്ചാൽ, പരസ്പരം ഇത് പകർന്നു കൊടുക്കാനും പരസ്പരം ഇത് നുകരാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈമാനിനെ നിലനിർത്താൻ പറ്റും. നമുക്കതിൻ്റെ മനോഹരമായ അതിൻ്റെ സുഗന്ധത്തെ അനുഭവിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പരസ്പരം ഈമാൻ പകരുന്ന, പരസ്പരം നന്മ കൽപ്പിക്കുന്ന, പരസ്പരം നന്മ ഉപദേശിക്കുന്ന ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന സന്ദർഭത്തിൽ മരിച്ചു പോകുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുന്ന മഹാസൗഭാഗ്യന്മാരിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين استغفروه إنه هو الغفور الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.